ക്ലാസ് ഒക്കെ ഇപ്പൊ പുതിയ ഈ ഇറങ്ങിയ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ലല്ലോ നമ്മുടെ അടുത്ത് പുതിയ LSS വന്നില്ലേ, പ്രസ്താവന ടൈപ്പ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇറങ്ങിയിട്ടില്ല ക്വസ്റ്റ്യൻസ്. അപ്പം ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് ഇപ്പോൾ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം മലയാളം നമുക്ക് ഇന്ന് ആദ്യം നോക്കാം. അപ്പം ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടുന്നതായതുകൊണ്ട് കുറച്ച് കൺഫ്യൂഷൻ വരുന്നുണ്ടാവും. വിഷ്ണുപ്രസാദിന്റെ കൃതികൾ ഏതെല്ലാം അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓപ്ഷൻസ് ഇതാണ്. ഒന്നാമത്തത് കുളം പ്ലസ് പ്രാന്തത്തി, അത് അദ്ദേഹത്തിന്റെ കൃതിയാണോ എന്ന് ആലോചിക്കാം. ചിറകുള്ള ബസ്, നട്ടുച്ചകളുടെ പാട്ട്, രണ്ടും അദ്ദേഹത്തിന്റെ കൃതിയായിരിക്കും. അതുമാണോ എന്ന് ആലോചിക്കാം. അക്ഷരത്തെറ്റ് അമ്മ, അതുമാണോ ആലോചിക്കാം. പൂക്കളുടെ ഭാഷ, മീൻ പൊരിക്കുന്ന മണം, ഇതുമാണോ എന്ന് ആലോചിക്കാം. ഓപ്ഷൻ ഇനിയും ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഒന്നുകൂടി ഞാൻ ഓപ്ഷൻ ആവർത്തിക്കാം. കാരണം എന്ന് വെച്ചാല് ഇത് ഒന്ന് പറഞ്ഞിട്ടല്ല എ പറഞ്ഞിട്ട് ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ കുളം പ്ലസ് പ്രാന്തത്തി, ഓപ്ഷൻ ബി ചിറകുള്ള ബസ്, നട്ടുച്ചകളുടെ പാട്ട്, ഓപ്ഷൻ സി അക്ഷരത്തെറ്റ് അമ്മ, ഓപ്ഷൻ ഡി പൂക്കളുടെ ഭാഷ, മീൻ പൊരിക്കുന്ന മണം. അപ്പൊ ഇതില് കൊടുത്തിട്ടുണ്ടാവുക ഇങ്ങനെയല്ല. ഒന്നാമത്തേത് ഫസ്റ്റത്തെ ഓപ്ഷനില് 1, പിന്നെ 2, പിന്നെ മൂന്നാമത്തേല് 3, നാലാമത്തേല് 4, ഇങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടാവുക ഓപ്ഷൻ. ഇതിന് നേരെയാണ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ ഇത് 1, 2, 3, 4 എന്നാണ് വായിക്കാം. പക്ഷെ നിങ്ങൾക്കിപ്പം എയും ബിയും വായിച്ചാൽ മനസ്സിലാവാൻ ചാൻസ് കുറവാണ് ഇങ്ങനെ പറയുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ എയും ബിയും വെച്ച് തന്നെ വായിച്ചത്. ഇതാണ് ശരിക്കും എയും ബിയും കൊടുത്തിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. ഓപ്ഷൻ ഇതാണ്. 1, 2, 3 ശരി. കുളം പ്ലസ് പ്രാന്തത്തിയാണ്, ചിറകുള്ള ബസ്സാണ്, ചിറകുള്ള ബസ് നട്ടിച്ചകളുടെ പാട്ടുമാണ്, അക്ഷരത്തെറ്റും അമ്മയും കൂടി അദ്ദേഹത്തിന്റെ കൃതിയാണെന്നാണ് പറയുന്നത്. അടുത്തത് 2, 3, 4 ശരിയാണ്. 2, 3, 4 കുളം പ്ലസ് പ്രാന്തത്തി ഒഴിച്ച് ചിറകുള്ള ബസ്, നട്ടുച്ചകളുടെ പാട്ട്, അക്ഷരത്തെറ്റ് അമ്മ, പൂക്കളുടെ ഭാഷ, മീൻ പൊരിക്കുന്ന മണം, ഇതൊക്കെ അദ്ദേഹത്തിന്റെ കൃതിയാണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ പറയുന്നത് 1, 2, 4, അതായത് കുളം പ്ലസ് പ്രാന്തത്തി, ചിറകുള്ള ബസ്, നട്ടുച്ചകളുടെ പാട്ട്, പൂക്കളുടെ ഭാഷ, മീൻ പൊരിക്കുന്ന മണം എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ കൃതി എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഇവയെല്ലാം ശരിയാണ്. അപ്പം ഇങ്ങനെ വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് പാടായി. അല്ലാണ്ട് മറ്റേ ഓരോന്നിന് ഒറ്റ ഉത്തരം മാത്രം ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ വെട്ടിക്കിടാലോ. പക്ഷെ അങ്ങനെയല്ല. അപ്പൊ നമ്മള് വിഷ്ണുപ്രസാദിന്റെ കൃതികളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഞാൻ വായിച്ചുതരാം. വിഷ്ണുപ്രസാദിന്റെ കൃതികൾ ജസ്റ്റ് വായിച്ചുതരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആദ്യമായാണ് ഇങ്ങനെ വായിച്ചിരുന്നത്. കുളം പ്ലസ് പ്രാന്തത്തി ആദ്യത്തെ കൃതിയാണെന്നാണ് പറയുന്നത്. അപ്പം ഒന്നാണ് ഓപ്ഷൻസ് ഒക്കെ ശരിയാണെന്നാണ് പറയുന്നത്. ഏതൊക്കെയുണ്ടത്? എ ഓപ്ഷനും ഉണ്ട്, സി ഓപ്ഷനും ഉണ്ട്, ഡി ഓപ്ഷനും ഉണ്ട്. എ ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. നമുക്ക് നോക്കാം. ബി ഇല്ല. ബിയിൽ 2, 3, 4 പറയുന്നുണ്ട്. അപ്പം അടുത്തത് മറ്റു കവിതാ സമാഹാരങ്ങൾ ഇതാണ്. ചിറകുള്ള ബസ് ഉണ്ട്, നട്ടുച്ചകളുടെ പാട്ടും ഉണ്ട്. അപ്പം എന്താണ്? 2 ഉള്ളതും വേണം. അപ്പം 1, 2 ഇതും 3 ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞുള്ളത് അക്ഷരത്തെറ്റ് അമ്മ ആണ്. അത് ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിന്റെ അപ്പുറത്ത് നോക്കിയാൽ നമുക്ക് തിരിയല്ലോ. നട്ടുച്ചകളുടെ പാട്ട്, മീൻ പൊരിക്കുന്ന മണം പറഞ്ഞു. ഇനി പൂക്കളുടെ ഭാഷ. ഓക്കെ, പൂക്കളുടെ ഭാഷ, മീൻ പൊരിക്കുന്ന മണം. ചിറകുള്ള ബസ്സും നട്ടുച്ചകളുടെ പാട്ടും പൂക്കളുടെ ഭാഷയും മീൻ പൊരിക്കുന്ന മണം. അപ്പം 4 ഉള്ളതും ആയിരിക്കും ശരി. അപ്പം 1, 2, 4 ആണ് ശരി. അപ്പൊ ഇതാണ് ഓപ്ഷൻ സി ആണ് ശരി. ഇത് 3
ഇതാണ്. അതായത് ഉത്തരം ശരിക്കും ഇതാണ്. 1, 2, 4 1, 2, 4 ശരി. അത് നിങ്ങൾക്ക് ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പം ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പം ഒന്നാമത്തെ ഓപ്ഷൻ വായിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം അത് അദ്ദേഹത്തിന്റെ കൃതിയാണെങ്കിൽ അത് ഇവിടെ ജസ്റ്റ് ലൈറ്റ് ആയിട്ട് ടിക്കറ്റ് നോക്കാം, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ. പിന്നെ അടുത്തതും അദ്ദേഹത്തിന്റെ ആണല്ലോ, അപ്പൊ അതും ചെറുതായിട്ട് ടിക്കറ്റ് നോക്കാം. മൂന്നാമത്തത് അദ്ദേഹത്തിന്റെ ആണോ അല്ലയോ എന്നറിയില്ല, അത് നമ്മൾ ഇങ്ങനെ വട്ടോട്ട് നോക്കണം ലൈറ്റായിട്ട്. പിന്നെ ലാസ്റ്റ് എത്തത് പൂക്കളുടെ ഭാഷ മീൻപൊരിക്കുന്ന വേണം, അതും അദ്ദേഹത്തിന്റെ ആണെന്ന് പറയാം. അപ്പൊ എന്തായാലും ഇത് മാത്രമേ ഒറ്റപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ ഇത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പൊ ഇങ്ങനെ തെറ്റിട്ടാൻ പാടില്ല, ഇവിടെ മാത്രമേ തെറ്റിടാൻ പാടുള്ളൂ. എന്നിട്ട് നമുക്ക് നോക്കാം അതിലത്തെ ഓപ്ഷൻസ് ഏതൊക്കെയാ നോക്കാം. 1, 2, 4 ഉള്ള ഓപ്ഷൻ നോക്കിയിട്ട് വേണം നമ്മൾ അതിന് ടിക്കണേ. അല്ലെങ്കിൽ നമ്മൾ ഈ ഉദ്ദേശിച്ച് 1, 2, 4 എന്ന ഓപ്ഷൻ അതിലില്ലെങ്കിൽ അപ്പൊ നമ്മൾ ഊഹിച്ച ഉത്തരം തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കും. ഓക്കെ, അപ്പൊ അടുത്തത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയതാരൊക്കെ അത് നമുക്ക് അറിയാം. പക്ഷെ അങ്ങനെയല്ല ഇതിൽ ക്വസ്റ്റ്യൻ വന്നത്. നമുക്ക് അറിയുന്നതാണെങ്കിലും വീണ്ടും വീണ്ടും പഠിക്കണം അല്ലെ? ജ്ഞാനപീഠ പുരസ്കാരം നേടിയവരെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഓപ്ഷൻ ഇതാണ്. തകഴി ജി ശങ്കരക്കുറുപ്പ്, അവർക്ക് രണ്ടാൾക്കും കിട്ടിയിട്ടുണ്ടോ നോക്കാം. MTക്കും ONVക്കും കിട്ടിയിട്ടുണ്ടോ നോക്കാം. പിന്നെ അക്കിത്തത്തിനും ഇടശ്ശേരിക്കും കിട്ടിയിട്ടുണ്ടോ നോക്കാം. അതുപോലെ അക്കിത്തത്തിനും SK പൊറ്റക്കാടിനും കിട്ടിയിട്ടുണ്ടോ നോക്കാം. അപ്പം തകഴിക്കും ജി ശങ്കരക്കുറുപ്പിനും കിട്ടിയിട്ടില്ലേ? ഉണ്ട്. ആദ്യം ജി ശങ്കരക്കുറുപ്പിന്, മൂന്നാമത് തകഴിക്കെന്നാണ് കിട്ടിയത്. അതുപോലെ ONVക്കും MTക്കും ONVക്കും കിട്ടിയിട്ടില്ലേ? നാലാമത് MTക്കും അഞ്ചാമത് ONV കുറുപ്പിനുമാണ് കിട്ടിയത്. അടുത്തത് മൂന്നാമത് അക്കിത്തം ഇടശ്ശേരിയാണ്. അക്കിത്തത്തിന് 2019 കിട്ടി, ഇടശ്ശേരിക്ക് കിട്ടിയിട്ടില്ല. ആദ്യത്തെ ഓപ്ഷൻ ആദ്യത്തെ ആള് കിട്ടിയതായിരിക്കും, പക്ഷെ രണ്ടാമത്തെ ആള് കിട്ടണമെന്നുണ്ടോ? ഇല്ല. അക്കിത്തത്തിനും SK പൊറ്റക്കാടിനും കിട്ടിയിട്ടില്ലേ? SK പൊറ്റക്കാടിനും കിട്ടിയിട്ടുണ്ട്, രണ്ടാമതായിട്ട് കിട്ടിയതാണ്. അപ്പം ഏകദേശം എല്ലാ 6 ആൾക്കാരെയും ഉൾപ്പെടുത്തിയിട്ടാണ് ഇത് പറഞ്ഞേക്കണേ. അപ്പൊ അതില് മൂന്നാമത്തെ ഓപ്ഷനാണ് തെറ്റായിട്ടുള്ളത്. അപ്പം 1, 2, 4 ആണ് ശരി. ഓക്കെ, 1, 2, 4 ആണ് ശരി. ഓപ്ഷൻ ഇതാണ്. ഓപ്ഷൻ എ 1, 2, 3 ശരി. ഓപ്ഷൻ ബി 2, 3, 4 ശരി. ഓപ്ഷൻ സി 1, 2, 4 ശരി. ഓപ്ഷൻ ഡി 1, 3, 4 ശരി. ഏതാണ്? ഓപ്ഷൻ സി 1, 2, 4 ശരിയാണല്ലോ. 1, 2, 4 ശരി. ഓക്കെ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ തെറ്റായ പ്രസ്താവന ഏത്? അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, തെറ്റായ എന്നാണോ ശരിയായ എന്നാണോ അവിടെ കൊടുത്തിട്ടുള്ളത് എന്ന് നോക്കണം. അപ്പം നോക്കാം. ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത് ഭാഗവതം ദശമസ്കന്ധം അടിസ്ഥാനമാക്കിയാണ്. ഒന്നാമത്തേത്. അത് ശരിയാണോ തെറ്റാണോ? അത് ശരിയാണല്ലേ. അപ്പൊ അവിടെ ശരി അടയാളപ്പെടുത്തി വെക്കാം. ഉദയകർമ്മൻ കോലത്തിരി രാജാവിന്റെ സദസ്സിലെ അംഗമായിരുന്നു ചെറുശ്ശേരി. അത് ശരിയാണോ? ശരിയാണ്. അതിവിടെ ശരി അടയാളപ്പെടുത്തി വെക്കാം. അത് കഴിഞ്ഞ് ആധുനിക കവിത്രയത്തിൽ പെടുന്ന ഒരാളാണ് ചെറുശ്ശേരി അല്ലേ? അല്ല അല്ലേ? കാരണം പ്രാചീന കവിത്രയത്തിലല്ലേ. ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ എന്നാണ് പറയാ. എഴുത്തച്ഛൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ പ്രാചീന കവിത്രയത്തെ ഓർമ്മിക്കാം. അപ്പം 3 തെറ്റാണ്. 4 കൃഷ്ണഗാഥയുടെ രചനയ്ക്ക് പിന്നിലെ വിനോദമാണ് കാർഡ് കളി. അത് ശരിയാണോ? അതും തെറ്റാണ് അല്ലേ? എന്താണ്? ചതുരംഗാണ്. അപ്പൊ ഈ ആധുനിക കവിത്രയത്തിലല്ല അല്ലെ, പ്രാചീന കവിത്രയത്തിലാണ് പെടുന്നത്. അപ്പൊ ഏതൊക്കെയാണ് തെറ്റായത്? അപ്പൊക്കെ നമ്മളെ മനസ്സിൽ ശരിയായതെന്നേ വരത്തുള്ളൂ. തെറ്റായതാണ് വേണ്ടത്. 3, 4 തെറ്റെന്നാണ് പറയുന്നത്. അപ്പം 3, 4 ആണ് ഉത്തരം. 3, 4. അപ്പം ഇത് വരുന്ന ഓപ്ഷൻ
ഓപ്ഷൻ നിങ്ങൾ നോക്കാം. ഓപ്ഷൻ എ 1 2, ഓപ്ഷൻ ബി 2 3, ഓപ്ഷൻ സി 3 4, ഓപ്ഷൻ ഡി 4 1. ഏതാണ്? നമ്മൾ പറഞ്ഞു 3 4 അല്ലേ? ഓപ്ഷൻ സി 3 4. ഓക്കെ, അടുത്തത് താഴെ കൊടുത്ത പ്രസ്താവനയിൽ ശരിയായത് ഏത്? ഏഷ്യയിലെ ഏറ്റവും കുത്തനെയുള്ള തീവണ്ടിപ്പാതയാണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ. അത് ശരിയാണോ? ശരിയാണല്ലേ? ശരിയാണ്, അവിടെ കൊടുത്തിട്ടുണ്ട്. ശരി. അപ്പൊ അടുത്തത് കൂനൂരിലെ പ്രശസ്തമായ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ആണോ? അല്ല, തെറ്റാണ്. കാരണം എന്താണ്? അവിടെ ലൂയി പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നീലഗിരിയുടെ റാണിയാണ് ഊട്ടി. ശരിയല്ലേ? 3 ശരിയാണ്. അതുപോലെ 1907 പൂർത്തിയാക്കിയതാണ് ഊട്ടിയിലേക്കുള്ള തീവണ്ടിപ്പാത. ആണോ? തെറ്റാണ്. എത്രാം നാൾ പൂർത്തിയാക്കിയ? 1908 പൂർത്തിയാക്കിയത്. അതാ നീലഗിരി മൗണ്ടൻ റെയിൽവേന്റെ നീലഗിരിയുടെ റാണി എന്നുള്ളത് മുഴുവൻ പഠിക്കാനുണ്ട്. ഇതിൽ നിന്ന് ഇപ്പൊ ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിന്റെ ഓപ്ഷൻ എന്താണ്? ഇപ്പം ഏതൊക്കെയാണ് ശരി വന്നത്? 1 3 ആണ്. ഓപ്ഷൻസ് നോക്കാം. 1 2 ശരി, 2 3 ശരി, അതുപോലെ 1 4 ശരി, 1 3 ശരി. ഏതാണ്? ഓപ്ഷൻ ഡി 1 3 ശരി. ഓക്കെ, അടുത്തത് ഞാൻ പഴഞ്ചൊല്ലാണ് വെയിറ്റേജിലുള്ളത്. അതിന് മറ്റേ 1 2 ശരി എന്നുള്ളതില്ല. കാരണം എന്താ വെച്ചാൽ പഴഞ്ചൊല്ല് മിക്കവാറും വരാനുള്ളതാണ്. കടലിൽ കാൽ വെച്ച് തിരിയുന്നവൻ ചെറിയ മത്സ്യം പിടിക്കും. ഇതിന്റെ ഒരു ആശയം വരുന്ന ഇതിന്റെ ആശയം ശരിയായ അർത്ഥം തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. ചെറിയ ശ്രമം മൂലം ചെറിയ നേട്ടമുണ്ടാകും, ആരും സഹായിക്കില്ല, ശ്രമം മൂലം വലിയ നേട്ടമുണ്ടാകും, സംയമത്തോടെ കാര്യങ്ങൾ നടക്കും. ഏതാണ്? ചെറിയ ശ്രമം മൂലം ചെറിയ നേട്ടങ്ങൾ ഉണ്ടാകും. അപ്പൊ 1 ശരിയായിട്ട് വരുന്നത്. ഓക്കെ, ഒന്നും കൂടി വായിച്ചുതരാം. കടലിൽ കാൽ വെച്ച് തിരിയുന്നവൻ ചെറിയ മത്സ്യം പിടിക്കും, ചെറിയ ശ്രമം മൂലം ചെറിയ നേട്ടം ഉണ്ടാകും. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുത്തത്. അപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ എഴുതിയിട്ട് തന്നെ എടുക്കാം. അതുകൊണ്ട് 5 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ഇത് ഒരുപാട് സമയം എടുക്കും. ആദ്യം ഇത്രയൊക്കെ തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ LSSന് പ്രതീക്ഷിക്കേണ്ടത്. ഇതൊറ്റൊക്കെ വായിച്ച് മനസ്സിലാക്കി 2 മണിക്കൂർ കൊണ്ട് എഴുതി തീർക്കണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.